വെൽക്കം ബാക്ക് ടു ദ ഹെവി അക്വാട്ടിക്സ്. നമ്മളിന്ന് കേസ് ഞാൻ ഒരു ഫൈറ്റർ ഫിഷിനെ മേടിച്ച് എന്നിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച്. പിന്നെ അതിൽ വേറെ കാര്യമുണ്ടല്ല, ഞാൻ നേരിട്ട് പോയി മേടിച്ചിട്ട് കണ്ടീഷനൊന്നും ചെയ്യാതെ നേരിട്ടാണ് കേസ് നമ്മൾ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചത്. അത് സക്സസ്സായി കേസ്. നമ്മൾ കേസ് ഇവിടെ ഇത്രയും നാണെങ്കിൽ ഇതിലുള്ള ഗപ്പീസിനെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തിട്ടായിരുന്നു വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മിക്സ്ഡ് ഗപ്പി കുളമാക്കിയത് തന്നെ കോഴിക്കാർപ്പ്, പിന്നെ മോളി എന്ന് പറയുന്നൊരു ഫിഷ്, പിന്നെ സാരിവാലി ഗപ്പി, പിന്നെ നമ്മളെ എന്തൊരു ടെമ്പോയർ ഗപ്പി എന്നാണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് പ്ലാറ്റിനം ടെമ്പോയർ ഗപ്പിൻ്റെ പേരുള്ളൊരു ഗപ്പിനെ മേടിച്ചിട്ടിട്ടുണ്ട്. ആ ഗപ്പിയുടെ ഒന്ന് ആദ്യമേ ചത്തുപോയി. എൻ്റെ ഒരു ശ്രദ്ധ കാരണം അങ്ങനെയാണ് ഇതിനെ മിക്സ്ഡ് എടുക്കാം. പിന്നെ ഇതിൽ നമ്മളെ ഫൈറ്റർ ബ്രീഡിങ്ങിൽ നമ്മളെ വിരിയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ടബാണ്. ഈ ആദ്യം തന്നെ വാഴയിലിട്ട വെള്ളമെല്ലാം ഒരു ബക്കറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കോഴിക്കറപ്പിനെ നിൽക്കുന്നത് കാണുക പാടാണ്. ഇവന്മാർ ഭയങ്കര ഇതാണ്, ഇടങ്ങിയറാണ്. കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടു പ്രതീക്ഷിക്കുന്നു. എൻ്റെ ബീറ്റ ബ്രീഡായി കിടക്കുന്നതാണ്. ഈസോന്മാരൊന്ന് കഴിക്കാമെന്ന് ആണ് ഗ്യാസിന് അത്യാവശ്യം വിട്ടിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് തിന്നുന്ന ബീറ്റ ഗ്യാസ് ഫുഡ് കിട്ടാൻ നോക്കാണ്. തിന്നണ്ട ഗ്യാസ് ഫുഡ് ഗപ്പീസിന് ഫുഡ് ഞാൻ കൊടുക്കാറില്ല. ഗപ്പീസിന് ഞാൻ സാധാ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ഫൈറ്റർ ബ്രീഡായി കിടക്കുന്നത് കാണിച്ചു തരാം. ഗേസ് നമ്മളടുത്ത പൂച്ചയാണ്. ഗേസ് നമ്മുടെ ഫൈറ്റർ ബ്രീഡിങ് Denise. ഫൈറ്റർ ബ്രീഡായി കിടക്കുന്ന കണ്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഗേസ് ബ്രീഡായ പെൺ ഫൈറ്ററിനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗേസ് നമ്മളെ കയ്യിൽ ബ്രീഡായ പെൺ ഫൈറ്റർ. നല്ല ശരിക്കും കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഗേസ്. ആ ബാലൻസിന് വേണ്ടിയാണ് നമ്മളിത് ഒരുക്കി വെച്ചിരിക്കണതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ വെറും വെള്ളത്തിലുള്ള ഗേസ് തന്നെയാണ് ഇടുന്നത്. ഗേസ് നമ്മളെടുത്തിട്ടുണ്ട്. ഗേസ് നമ്മളെ ഫൈറ്റർ കുഞ്ഞുങ്ങളെ ഗേസ് നമുക്കിടാൻ വേണ്ടിയുള്ള വെള്ളമാണ്. ഇതാണ് ഗേസ് നമ്മളതിൽ ഫില്ലാക്കുന്നത്. കുറച്ച് ദിവസം പിടിച്ച് വെള്ളമാണ് ഉണ്ടാകും. നല്ല രീതിക്ക് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ വെച്ച് നോക്കിയാൽ കാണാൻ നല്ല രീതിക്ക് സൂര്യ ഫില്ലായിട്ട് കിടക്കുന്നതാണ്. ആദ്യത്തെ സ്റ്റേജിൽ കേസ് നമ്മൾ ഇൻഫ്യൂസൂര്യ പിന്നെ ഇതിൽ നമ്മൾ ഇൻഫ്യൂസൂര്യ പിന്നെ ഫൈറ്റർ കുഞ്ഞുങ്ങൾ കഴിച്ച് ജീവിച്ചോളും. പിന്നീട് കേസ് ആർട്ടീമിയ നമ്മൾ ക്യാപ്സ്യൂളായിട്ട് മേടിച്ച് അത് വിരിയിപ്പിച്ചതായിരിക്കും കൊടുക്കാൻ പോകണം. പിന്നെ ഒരിക്കലും മറക്കല്ലേ, ഒരു ലൈക്കും സബ്സ്ക്രൈബും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും കൂടെ. എത്ര വ്യൂസ് കാണണോ അത്രത്തോളം ലൈക്ക് സബ്സ്ക്രൈബും
കമൻറ്റും ഉണ്ടെങ്കിൽ കമൻറ്റെങ്കിലും വേണം, എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമാണ് ഞാൻ വീഡിയോ ഇരുന്നത്. ഭയങ്കര സബ്സ്ക്രൈബും കുറവ്, കൂടാതെ കമൻറ്റും കുറവ്. കമൻറ്റ് പിന്നെ ആരും ഇടത്തേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ബീറ്റ ഫിഷിനെ കേസ് നമ്മൾ സെല്ല് ചെയ്യാൻ ഇത് നമ്മൾ ആലോചിക്കുന്നുണ്ട്, സെല്ല് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും സെല്ല് ചെയ്യില്ല, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബും ലൈക്ക്